ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണോ? ഇപ്പം നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ഇപ്പോൾ പഴയ രീതിയിൽ പഴയ അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമേ ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. കുരുമുളക് 1 ടീസ്പൂൺ, ചെറിയ ജീരകം 1 ടീസ്പൂൺ ആദ്യമേ ചേർക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ചെറിയ ഉള്ളി വലിയ ബൗളിന് 1 ബൗൾ ചെറിയ ഉള്ളി ചേർത്തു. ഇതിന് ചെറിയ ഉള്ളി മാത്രമേ ആവശ്യമുള്ളൂ, സവാള ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് വഴറ്റണം. ചെറിയ ഉള്ളി വഴണ്ട് കഴിഞ്ഞ് കുറച്ച് തേങ്ങ ചിരകിയത് അതിൻ്റെ കൂടെ ചേർത്ത് വഴറ്റുക. തേങ്ങ ചിരണ്ടിയത് വഴറ്റി നന്നായിട്ട് കളർ മാറിയതും അതിൻ്റെ കൂടെ മുളക് പൊടി, എരിവിനാവശ്യമുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുക. ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്ത് ചൂടാറാൻ വെച്ച് മിക്സി ജാറിൽ നന്നായിട്ട് അരച്ച് വെക്കുക. മൺചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് കുമ്പളങ്ങ കഷ്ണങ്ങൾ ചേർത്തു. ഇത് കുമ്പളങ്ങ ചേർത്തുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ ചൂടായതുകൊണ്ട് ചിലർക്ക് വയറിന് പിടിക്കാതാവും. പക്ഷെ ഇങ്ങനെ ഈ രീതിയിൽ കുമ്പളങ്ങ കഷ്ണങ്ങൾ ചേർത്ത് ചിക്കൻ്റെ കൂടെ ചേർത്ത് കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ആരോഗ്യത്തിന് നല്ലതാണ്, വയറിന് ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ആദ്യമേ ഞാൻ കുറച്ച് കുമ്പളങ്ങ കഷ്ണങ്ങളും അതിൻ്റെ കൂടെ ചിക്കൻ കഷ്ണങ്ങളും ചേർത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിശ്രിതം അത് നന്നായിട്ട് അരച്ച് അതും കൂടി ചേർക്കുക. ഇതിന് ഗരം മസാലയോ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, തൈര് ഇതൊന്നും ആവശ്യമില്ല, അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിൽ ചേർത്ത സാധനങ്ങൾ മാത്രം മതിയാവും. കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ, ഇത്രയും മതിയാവും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ചിക്കൻ കറിയാണ്. അധികം വെള്ളം ആവരുത്, അധികം കട്ടിയാവരുത്. ഞാൻ മിക്സി ജാർ കഴുകിയ വെള്ളം മാത്രമേ ഒഴിച്ചുള്ളൂ. പിന്നെ കുമ്പളങ്ങയൊന്നും ചിക്കനിലിരുന്നും വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പോൾ 2-3 തവണ ഞാൻ തുറന്ന് മിക്സ് ചെയ്ത് കൊടുത്തു, എല്ലാം ഒരേപോലെ വേവാൻ വേണ്ടി. ഇപ്പോൾ ചിക്കനും കുമ്പളങ്ങയും എല്ലാം വെന്ത് കഴിഞ്ഞു. ഉപ്പ് പോരെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. എരിവ് പോരെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം ആവശ്യത്തിന്. ഇല്ലെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് ചേർത്താലും മതിയാവും. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞ് നമ്മൾ ഉള്ളി വറുത്ത് ചേർക്കണം. കടുക് ചേർക്കാൻ പാടില്ല. കുറച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിൽ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില നന്നായിട്ട് വറുത്ത് മൊരിച്ചെടുത്ത് അതും കൂടി ആ കറിയിൽ ചേർത്ത് അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് മിക്സ് ചെയ്ത് നമുക്ക് ചോറിനും ഇഡ്ഡലി, ദോശ, അപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ കുമ്പളങ്ങ ചേർത്തുള്ള ചിക്കൻ കറി ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. ഒരു തവണ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കേ.